ഞാൻ വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മുടെ യൂട്യൂബിലൊരു വീഡിയോ കണ്ടു. അത് റോസ്റ്റിംഗ് വീഡിയോ ആണ്, ഫിലിം ഷേക്കിന്റെ. ഞാനങ്ങനെ റോസ്റ്റിംഗ് വീഡിയോസ് ഇതുവരെ ഞാൻ റിയാക്ഷൻ ചെയ്തിട്ടില്ല. ആദ്യമായിട്ടാണ് ഞാൻ റിയാക്ഷൻ ചെയ്യുന്നത്. ഈ റിയാക്ഷൻ ചെയ്യുന്നതിന് ഒരു കാരണമുണ്ട്. അതായത് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ എന്തായാലും ഈ കേരള സ്റ്റോറി എന്ന് പറഞ്ഞ സിനിമേനെ ബേസ് ചെയ്തിട്ടാണ് ഒരു റോസ്റ്റിംഗ് വീഡിയോ ഫിലിം ഷേക്ക് എടുത്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു റിയാക്ഷൻ വീഡിയോ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതായത് എന്താ പറയാ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനൊരു ഡൽഹിയിലേക്ക് പോയപ്പോ കേരള എന്ന് പറയുമ്പോൾ പലരും കേരള സ്റ്റോറി എന്നൊക്കെ വളരെ ആശയത്തിൽ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ എന്റെ കൂട്ടത്തിലുള്ളൊരു ഈ പറഞ്ഞ തീട്ടം മലങ്കട്ട് സിനിമ കണ്ടിട്ടില്ലേ? അതായത് മലങ്കട്ടിൽ നിന്നും പറഞ്ഞാൽ പോരാ, അതിന് അക്രമമുള്ള സാധനങ്ങൾ പലതും പറയുന്നത്. കോക്കിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഏറ്റവും എന്താ പറയാ മോശം സിനിമകളെ വിശേഷിപ്പിക്കുന്ന ഒരു പേരാണല്ലോ ഈ മലങ്കട്ട്. മലങ്കട്ടൊന്നല്ല, ഇത് ചാണകം തന്നെ വാരി എറിഞ്ഞേക്കാണ്. ആ ഒരു സിനിമേനെ നമ്മുടെ ശ്രദ്ധിക്കാൻ കാരണം പ്രധാനമന്ത്രി നമ്മുടെ ഈ കേരളത്തിൽ വന്നപ്പോൾ ഈ സിനിമയെ പറ്റി ഈ പ്രതിപാദിച്ചു എന്ന് പറയുന്നത്. ഈ പ്രധാനമന്ത്രി ഈ സിനിമ കണ്ടോ എന്ന് അറിയില്ല. കണ്ടിട്ടാണെങ്കിൽ ആൾ ഒരിക്കലും അത് ചെയ്യാൻ വഴിയില്ല. കാരണം ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യത്തിന്റെ ഒരു പ്രധാനമന്ത്രി, അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനമായ കേരളത്തിൽ ഇവർക്കത് വോട്ട് കിട്ടിയിട്ടില്ല എന്നുള്ളതൊക്കെ വേറെ വിഷയം. അത് എന്താണ് കിട്ടാത്തതെന്നുള്ളത് ഈ ജാതി മലങ്ങൾക്ക് ചാണക തീട്ടെല്ലാം കൊണ്ട് എഴുതിയിരിക്കുന്നത് വേറെ കാര്യം. എന്തായാലും നമുക്ക് എന്തായാലും വീഡിയോയ്ക്ക് കിടക്കാം. വീഡിയോ കണ്ടിട്ട് നമുക്ക് ബാക്കി എന്തായാലും റിയാക്ട് ചെയ്യാം. എന്റെ കേരളത്തിന്റെ കഥയില്ലാത്തതുകൊണ്ട് എന്റെ കേരളത്തിൽ ഞാനിങ്ങനെയല്ല കാണുന്നത്. കേരളത്തിന്റെ കഥയാണ് പറയാൻ പറ്റില്ലല്ലോ. ഹിറ്റ്ലറിന്റെ മെയിൻ കാഫിൽ ഒരു പ്രൊപ്പഗണ്ട ടെക്നിക് ഉണ്ട്, ബിഗ് ലൈ. അതിൽ പറയുന്നത് ഒരു കൂട്ടം മനുഷ്യരെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ഒരു വലിയ നുണയം. എന്തായാലും ഈ വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ അഡോൾഫ് ഹിറ്റ്ലറിന്റെ ബിഗ് ലൈ എന്ന് പറഞ്ഞ ഒരു ചാപ്റ്ററിൽ പ്രതിപാദിക്കുന്നുണ്ട്. അതായത് ഈ റോസ്റ്റിംഗില് പറഞ്ഞാൽ മതി എന്നാണ്. അതായത് ആ നുണ കേൾക്കുന്നവന് തോന്നണം ഇത്ര വലിയ നുണയൊന്നും ആരും പറയില്ല എന്നും, അതുകൊണ്ട് ഇതിൽ എന്തെങ്കിലുമൊക്കെ ഒരു സത്യം ഉണ്ടാവാമെന്നും. ഞാൻ വിഷയത്തിൽ നിന്നും തെന്നുമാറിയോ? നമ്മുടെ നാടിനെ പറ്റി ഒരു വരത്തിന് വന്നെടുത്ത ഒരു പ്രൊപ്പഗണ്ട ഫിലിം. ടൈറ്റിലിൽ തന്നെ ബ്രില്യൻസ് ആണ്. ആ പച്ച നിറം കണ്ടോ? കേരളത്തിന്റെ ഗ്രീനറിയാണ് അവർ ഉദ്ദേശിക്കുന്നത്. പടം തുടങ്ങുമ്പോ തന്നെ അഫ്ഗാനിസ്ഥാൻ ബോർഡറിലെ ഒരു ജയിലിൽ കേരളത്തിൽ നിന്ന് മതം മാറിപ്പോയൊരു പെൺകുട്ടി അവളുടെ കഥ UN പീസ് കീപ്പിംഗ് ഫോഴ്സിന്റെ അടുത്ത് പറയുന്നിടത്താണ്. കേരളത്തിലെ ഒരു മണ്ടി പെണ്ണായിരുന്നു ശാലിനി ഉണ്ണികൃഷ്ണൻ. അപ്പൊ തന്നെ ഡയറക്ടർ അവളൊരു കേരള ഗേളാക്കണമെന്നും പറഞ്ഞ് സെറ്റ് സാരി ഉടുപ്പിച്ച് കുറിയും തൊടുപ്പിച്ച് രണ്ട് സൈഡിലൂടെ മുടി അങ്ങ് തൂക്കിയിടും. ഇതൊന്നും പോരാഞ്ഞിട്ട് മലയാളി പെൺകുട്ടിയാണെന്ന് സ്റ്റാമ്പ് ചെയ്യാൻ വേണ്ടി ഇതിന്റെ ഡയറക്ടർ ഒരു ഐറ്റം അങ്ങിറക്കും. സാധാരണ കല്യാണ വണ്ടി കലകരിക്കില്ല അതുപോലെ. അതെ ഗൈസ്, മുല്ലപ്പൂ. ഈ സിനിമയിൽ മുല്ലപ്പൂ ഒരു തിരിച്ചറിയൽ കാർഡ് പോലെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. UN പീസ് കീപ്പിംഗ് ഫോഴ്സ് വരെ മുല്ലപ്പൂ ഉപയോഗിച്ചിട്ടാണ് മലയാളികളെ മാർക്ക് ചെയ്തിരുന്നത്. ശാലിനിക്ക് മുല്ലപ്പൂ ഒരു അഡിക്ഷൻ ആയിരുന്നു. പബ്ബിൽ പോകുമ്പോൾ പോലും മുല്ലപ്പൂ വെച്ചിട്ടാണ് പോക്ക്. കേരളത്തെ പാടത്തും വരമ്പത്തും നിഷ്കളങ്കമായി ഓടി നടന്നിരുന്ന ഒരു നാടൻ പെൺകുട്ടിയാണ് ശാലിനി. വീട്ടിൽ ചോറും മത്തിക്കറിയും വരെ കഴിക്കുന്നത് വാഴയിലയിലാണ്, വിത്ത് മുല്ലപ്പൂ. ഇതാണ് വടക്കര് കണ്ട കേരളം. അങ്ങനെ വളർന്നു വലുതായ ശാലിനി കാസർഗോഡേക്ക് മാഷാ അല്ല ഓട്ടോറിക്ഷയിൽ ഒരു ടെറർ കോളേജിലേക്ക് നഴ്സിംഗ് പഠിക്കാൻ വേണ്ടി പോവുകയാണ്. ആ കോളേജിൽ ഇവന്മാർ വെച്ചിരിക്കുന്ന ഫ്ലെക്സ് ബോർഡ് കണ്ടോ? ഈ ഇങ്ങനെയൊക്കെ എന്താ പറയാ, ചാണകം എന്ന് പറഞ്ഞ പോലെ ഈ തീട്ട ചാണകം ഇങ്ങനെ വളരെറിന്റെ ആവശ്യമില്ല. സിനിമ എന്നൊന്നും ഇതിനെ പറയാനേ പറ്റില്ലേ. ഈ സാധനമാണ് നോർത്തില് പ്രചരിപ്പിക്കുന്നത്. എന്ത് ഇതുണ്ട്. നോർത്തിലെ മണ്ടന്മാരാണെങ്കിൽ ചിലപ്പോൾ ഇതൊക്കെ വിശ്വസിച്ചു വരും. അതാണ് വേറെ അങ്കേ. കാരണം അല്ലെങ്കിൽ അവരൊന്നും നമ്മളടുത്ത് ചോദിക്കില്ലല്ലോ. കേരള സ്റ്റോറി നല്ല പടമാണെങ്കിൽ മാത്രമേ അവർക്ക് ഇങ്ങോട്ട് ചോദിക്കുള്ളൂ. അപ്പൊ അവർക്ക് ആകെ അറിയാവുന്ന സ്റ്റോറി കേരള സ്റ്റോറി ഇതാന്നാണ് അവര് വിചാരിച്ചു. കൃഷ്ണൻ ഇങ്ങനെ ആരെ പറയുന്നത്? മലയാളം പറയുന്ന നിങ്ങൾ ഈ കേരളത്തെ കുറിച്ച് പടം പിടിക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് ഞങ്ങളുടെ ഭാഷ കിട്ടുന്ന സത്യസന്ധമായി കാണിച്ചൂടെ? താൻ അത് തന്റെ ഭാഷ ഒന്ന് ശരിയാക്കും. എന്റെ ഭാഷയ്ക്ക് എന്താണ് കുഴപ്പം? കോട്ടയം കുറച്ച് മോഡേൺ ആണ്. ഒരു ഷർട്ട് ആയിക്കോട്ടെ. കൊച്ചിയാകുമ്പോ ഇത്രയും കൂടി മോഡേൺ ആവാം. ഒരു ഓവർ കോട്ട് മാത്രമല്ല, ആളൊരു വ്യത്യസ്തമാണ്. ഇനി അടുത്ത ആൾ തട്ടമിട്ട കുട്ടിയാണല്ലോ. ഓക്കെ ഗൈസ്, തട്ടമിട്ട കുട്ടി. അങ്ങനെ നമ്മുടെ ശാലിനി ഹോസ്റ്റലിൽ കയറി റൂംമേറ്റ്സിനെ എല്ലാം പരിചയപ്പെടുകയാണ്. എന്തോടെ
ആ ഡബ് ചെയ്യുമ്പോഴേലും നല്ലൊരാളെ വെച്ച് അറ്റ്ലീസ്റ്റ് മലയാളം പറയാത്ത ഒരാളെ വെച്ച് ഡബ് ചെയ്തേക്ക് കുഴപ്പമില്ല. പാലക്കൊല്ലം, ഇടുക്കി, പത്തനംതിട്ട, എറണാകുളം, തൃശൂർ, മലപ്പുറം ഓർ കോഴിക്കോട്. നോട്ട് ബാഡ്. മലപ്പുറം, കോഴിക്കോട്. ഇങ്ങനെ മലങ്ങൾക്ക് കേൾക്കാൻ ആദ്യം അറിയണമെങ്കിൽ ഈ പടത്തിൽ എന്താണ് ഒരു കേരള ചാനൽ നല്ല രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. കാസർഗോഡിലെ മാഷാ ഓട്ടോ തട്ടമിട്ടാൽ അപ്പൊ മലപ്പുറം, കോഴിക്കോട്. നിനക്കിതിന് മാസക്കൂലിയ ദിവസക്കൂലിയ? ഇപ്പൊ തന്നെ സംഭവത്തിന്റെ കിടപ്പ് ഏകദേശം മനസ്സിലായി കാണുമല്ലോ. ആ മലപ്പുറംകാരി തന്നെ വിലത്തി അവൾ ഈ പെണ്ണുങ്ങളെയൊക്കെ ട്രാപ്പിലാക്കുകയാണ്. 5 മിനിറ്റിൽ അവിടെ ഉണ്ടാവും. അതിനുവേണ്ടി അവൾ ഒരുക്കിയ പ്ലാൻ എന്താന്ന് വെച്ചാൽ ആ മലപ്പുറംകാരി അവളുടെ കസിൻസിനെയും കൊണ്ട് ഇവളന്മാരെയൊക്കെ പ്രേമിപ്പിക്കും. ശാലിനി ഈസിയായി സെറ്റ് ആവും, കാരണം ഇവന് വൻ ഹ്യൂമർ സെൻസ് ആണ്. Please pray for me so that one day I become a big man and buy a helicopter. Then I'll take you all for a ride. അതെ ഗൈസ്, ആ ചളിയിൽ ശാലിനി അങ്ങ് വീണു പോകും. കേരളത്തിലെ പെൺപിള്ളേർ ചളി പറഞ്ഞ സെറ്റ് ആവുമെന്ന് ഇവന്മാരുടെ അടുത്ത് ആരാ പറഞ്ഞേ? ഞാനിവിടെ 57 വീഡിയോ ചളി പറഞ്ഞുണ്ടാക്കിയിട്ടുണ്ട്. എനിക്ക് ഇതുവരെ ഒരെണ്ണം പോലും അങ്ങനെ ശാലിനിയെ അവർ സെറ്റാക്കും. കൊച്ചിക്കാരിയെ മറ്റവനും സെറ്റാക്കും. കോട്ടയംകാരിയെ ആർക്കും സെറ്റാക്കാൻ പറ്റില്ല, കാരണം അവൾ തികഞ്ഞ ദൈവവിശ്വാസിയായിരുന്നു. പിന്നീട് ആഘോഷങ്ങളുടെ രാവാണ്. അവരൊക്കെ കൂടി ഇന്ദ്രജിയുടെ പബ്ബിൽ പോയി ഭക്തിഗാനത്തിന് മുല്ലപ്പൂ വെച്ച് ഡാൻസ് കളിക്കും. പിന്നീട് അവരൊരു ഷോപ്പിംഗ് മാളിൽ പോകും. അവിടെ നമ്മുടെ വില്ലത്തി ഒരു ട്രാപ്പ് ഒരുക്കി വെച്ചിട്ടുണ്ടാവും ഗൈസ്. അതെന്താന്ന് വെച്ചാൽ കുറച്ച് ഗുണ്ടകളെ വിട്ട് ഇവരെ അറ്റാക്ക് ചെയ്യണം. അത് അവർ വന്ന് അറ്റാക്ക് ചെയ്തു. പക്ഷേ പെണ്ണുങ്ങൾ ആക്രമിക്കണ കണ്ടിട്ടും ഒരാൾ പോലും തിരിഞ്ഞു നോക്കുന്നില്ല. അതും നമ്മുടെ കേരളത്തിൽ. ഒരു ഗേളിന്റെ സ്കൂട്ടർ ഒന്ന് ചിരിഞ്ഞാൽ ഒരു പൂരത്തിനുള്ള ആള് കൂടുന്ന സ്ഥലമാണെന്ന് ഓർക്കണേ. എന്താ പ്രശ്നം? ഇതേപോലൊരാളെങ്കിലും അവിടെ കാണും. അങ്ങനെ അക്രമമൊക്കെ കഴിഞ്ഞ് വിഷമിച്ചിരിക്കുന്ന സമയത്ത് നമ്മുടെ മലപ്പുറംകാരി അവരുടെ അടുത്ത് വന്ന് പറയും, അതെ തട്ടമിട്ടാൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ല കേട്ടോ. ഹിജാബ് ധരിച്ച് ഒരു പെണ്ണിനെ പോലും ആർക്കും റേപ്പ് ചെയ്യാനും പറ്റില്ല, ഉപദ്രവിക്കാനും പറ്റില്ല. ആ പറഞ്ഞതൊക്കെ ഈ മണ്ടത്തികളങ്ങ് വിശ്വസിക്കും. എന്നിട്ട് തട്ടമിട്ട് നടക്കാൻ തുടങ്ങും. നമ്മുടെ നാട്ടിലെ ഗേൾസിനെ പറ്റി ഈ ഡയറക്ടർ നല്ലൊരു മണ്ടൻ ഇമേജ് ആണല്ലേ ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്. നിന്നെ ആർക്ക് വേണം? അതിന്റെ ഇടയിൽ മറ്റവനുമായുള്ള പ്രണയത്തിൽ അവിടെ കുഞ്ഞിക്കാൽ വരെയെത്തും കാര്യങ്ങൾ. അതേ ഗൈസ്, ശാലിനി ഉണ്ണികൃഷ്ണൻ ഈസ് പ്രഗ്നന്റ്. ഇതറിഞ്ഞതും അവളുടെ കാമുകം പറയും, ഞാൻ ഇവിടെ അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ ഇവൾ മതം മാറണമെന്ന്. അങ്ങനെ ഒരു കോണ്ടം ഉപയോഗിച്ചാൽ അല്ലെങ്കിൽ ഒരു അബോർഷൻ ചെയ്താൽ ഇല്ലാണ്ടാവുമായിരുന്നു ഈ പ്രശ്നം. മതം മാറിൽ വരെ എത്തും. ഇതേ സമയം കൊച്ചിക്കാരിയുടെ കഥ കുറച്ച് ഡിഫറെന്റ് ആണ്. അവൾ പ്രഗ്നന്റ് ഒന്നും ആവില്ല, കാരണം അവളുടെ കാമുകൻ അവൾക്ക് കുറച്ച് കഞ്ചാവ് കൊടുക്കും. അവൾ അതിലങ്ങനെ അഡിക്റ്റ് ആയി നടന്നോളൂ. അവസാനം മതം മാറിയതോടുകൂടി ശാലിനിയുടെ കാമുകൻ ശാലിനി അങ്ങ് തേക്കും. പിന്നെ ഒരു ഉസ്താദ് വന്ന് ശാലിനിയെ വേറൊരുത്തിനെയും കൊണ്ട് കല്യാണം കഴിപ്പിക്കും. എന്നിട്ട് സിറിയയിലേക്ക് കടത്തും ISISനെ സേവിക്കാൻ. പിന്നീട് അവിടെ ശാലിനി അനുഭവിക്കുന്ന ദുരന്തങ്ങളുടെ ഒരു ലിസ്റ്റാണ് ബാക്കി പടം. അതിന്റെ ഇടയിൽ നമ്മുടെ കൊച്ചിക്കാരി ഒന്നിനും സമ്മതിക്കാത്തത് കൊണ്ട് അവളുടെ ന്യൂഡ് അങ്ങ് ലീക്കാക്കും. അതോടുകൂടി അവളങ്ങ് ആത്മഹത്യ ചെയ്യും. പക്ഷെ ആത്മഹത്യക്ക് മുന്നേ അവൾ അവളുടെ അച്ഛന്റെ മടിയിൽ കിടന്നൊരു ഡയലോഗ് അടിക്കുന്നുണ്ട്. ഈ വിദേശത്തെ ഐഡിയോളജിയെ കുറിച്ച് പറഞ്ഞു, പക്ഷെ നമ്മുടെ റിലേഷനെ പറ്റിയും നമ്മുടെ ട്രഡീഷനെ കുറിച്ചും അച്ഛനൊന്നും പറഞ്ഞു തന്നില്ല. മെസ്സേജാണ് ഉദ്ദേശിക്കുന്ന ആള്, ഭയങ്കര മെസ്സേജാണ് ആൾ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇതിന് നന്നായിട്ട് സ്കൂളിലെ പിള്ളേർക്ക് സ്ക്രിപ്റ്റ് ചെയ്തു. നമ്മൾ നാടകമൊക്കെ അഭിനയിക്കുമ്പോ നല്ല രീതിയിൽ എഫിഷ്യന്റ് ആയിട്ട് ഇത്തരം മെസ്സേജുകൾ എടുക്കാൻ പറ്റി. പിള്ളേരൊക്കെ യുക്തിപരമായി ചിന്തിക്കാൻ തുടങ്ങുന്ന ഒരു സമയത്താണ് ഇതുപോലുള്ള മെസ്സേജ് ഒക്കെ ഇട്ട് ഇവന്മാര്. സോ ഗൈസ്, ഇതിലെ കഥ പോലെ ഏകദേശം 50,000-ഓളം പെണ്ണുങ്ങൾ കേരളത്തിൽ നിന്നും ISISൽ പോയി ചേർന്നിട്ടുണ്ടെന്നാണ് ഇവർ പറഞ്ഞു വരുന്നത്. അതായത് നമ്മുടെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം നിറയാനുള്ള അത്ര പെണ്ണുങ്ങൾ. ഇവിടെയാണ് ദിസ് മൂവി ഈസ് എ ബിഗ് ലൈ എന്ന് ഞാൻ പറയാൻ കാരണം. ഈ സിനിമയിൽ ഒരു സീനിൽ തന്നെ UN പീസ് കീപ്പിംഗ് ഫോഴ്സിന്റെ ഓഫീസ് ഡിസ്പ്ലേ ചെയ്ത ഒരു കണക്കാണിത്. സംഭവം ശരിയാണ്, തലയ്ക്ക് വെളിവില്ലാത്ത കുറച്ച് പേർ നമ്മുടെ നാട്ടിൽ നിന്നും ഇങ്ങനെ പോയിട്ടുണ്ട്. പക്ഷേ അത് ഈ സിനിമയിൽ പറയുന്ന പോലെ 50,000 ഒന്നുമല്ല, വിരലിലെണ്ണാവുന്ന. ഇൻഡിവിജ്വൽ കേസസ് ആയി മാറേണ്ടിയിരുന്ന ഈ കേസ് 50,000 ആക്കി പെരുപ്പിച്ച് കാണിച്ച് ഒരു നാടിനെ മൊത്തം ജനറലൈസ് ചെയ്തിട്ടാണ് ഈ സിനിമ പടച്ചു വിട്ടിരിക്കുന്നത്. നമ്മുടെ പ്രധാനമന്ത്രി വരെ ഇലക്ഷൻ പ്രചരണത്തിന് ഈ സിനിമ ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു പ്രധാനമന്ത്രി ഇങ്ങനെ ഇത്തരത്തിലുള്ള ഒരു വ്യാജ സാധനം ഒന്നെടുത്ത് പ്രചരിപ്പിക്കരുത്.
ഇനി നമുക്കിതിലെ ഫാക്ട്സ് ഒന്ന് ചെക്ക് ഇത് 110 രാജ്യങ്ങളിൽ നിന്ന് ഭയങ്കര ഏകദേശം പറഞ്ഞോട്ടെ, 40,000 ഫോറിൻ ടെററിസ്റ്റ് ആണ് സിറിയയിലേക്ക് പോയിട്ടുള്ളത് യുഎന്നിന്റെ കണക്ക് പ്രകാരം. അതിൽ എത്ര ആൾക്കാർ ഇന്ത്യൻസ് ഉണ്ടെന്ന് ചോദിച്ചാൽ 66 13 സ്ത്രീകളാണ് ഉണ്ടായിരുന്നത്. ആ 13 സ്ത്രീകളിൽ എത്ര ആളുകൾ നമ്മുടെ കേരളക്കാരാണെന്ന് ചോദിച്ചാൽ 6 സ്ത്രീകൾ. അതിൽ തന്നെ മറ്റു മതത്തിൽ നിന്നും കൺവേർട്ട് ചെയ്ത് പോയിട്ടുള്ളവർ 3 എണ്ണം. അതിൽ 2 ക്രിസ്ത്യാനിറ്റിയിൽ നിന്നും മാറി, ബാക്കി ഒരാൾ ഹിന്ദുയിസത്തിൽ നിന്നും. വെറും 3 ഇൻഡിവിജ്വൽ കേസസ്. പക്ഷേ ഈ സിനിമയിൽ പറഞ്ഞതോ 2800 to 3200 conversions. 32,000. കണക്കുകളൊന്നും ശരിയാകുന്നില്ലല്ലോ ഗംഗാര. ഇത്ര വലിയൊരു നുണ പറഞ്ഞ് നമ്മുടെ കേരളത്തോട് ഒരു വെറുപ്പും ഭയവും ഉണ്ടാക്കുന്നത് നമ്മുടെ രാജ്യത്തുള്ളവർ തന്നെയാണെന്ന് ആലോചിക്കുമ്പോഴാണ് ഏറ്റവും വിഷമം. ചുരുക്കി പറഞ്ഞാൽ പച്ചയ്ക്ക് വർഗീയത പറയുന്ന ഒരു അപരാധമാണ് ഈ സിനിമ. അതിൽ അവർ വിജയിച്ചിട്ടുമുണ്ട്. സൂപ്പറായിരുന്നു. സൂപ്പറാന്നൊക്കെ കഷ്ടം, ഭയങ്കര സൂപ്പറാ. ഈ പറഞ്ഞൊന്നും വിട്ടതൊരു എല്ലാവർക്കും മനസ്സിലായില്ലേ സൂപ്പറാന്ന്. ചേച്ചിനൊക്കെ സമ്മതിക്കണം. നമ്മുടെ നാട്ടിലും ഈ സിനിമയെ സപ്പോർട്ട് ചെയ്യുന്നവരുള്ളത് അതിന് തെളിവാണ്. എന്തിനാണ് നിങ്ങൾ ഈ ജനങ്ങൾക്കിടയിലേക്ക് വെറുപ്പ് ഇഞ്ചക്ട് ചെയ്യുന്നത്? നമ്മൾ ഈ അന്ധവിശ്വാസങ്ങളൊന്നും ഇല്ലാത്ത, വെറുപ്പില്ലാത്ത, പരസ്പരം സ്നേഹം മാത്രമുള്ള ഒരു സൊസൈറ്റി ഉണ്ടാക്കാനല്ലേ പരിശ്രമിക്കേണ്ടത്? എന്നാലും നിങ്ങൾ ഈ കേരളത്തിലെ പെൺകുട്ടികളെ കുറിച്ച് അങ്ങനെയാണല്ലോ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. പടം കഴിഞ്ഞ് ലാസ്റ്റ് പറയില്ല, അത് ജവിലോട് പറയാനുള്ളൂ. ഈ പടം എടുത്ത് വെച്ച മേക്കേഴ്സ്, അത് നിർമ്മാതാവും അതേപോലെ അഭിനേതാക്കളൊക്കെ സമ്മതിക്കും. എന്തൊരു ഗംഭീര ആക്ടിങ്ങോ, നാഷണൽ അവാർഡ് ഉറപ്പ്. എന്തായാലും ഈ അപരാധം പിടിച്ച കേരള സ്റ്റോറിയുടെ റോസ്റ്റിംഗ് ഉണ്ട്. എനിക്ക് എന്തായാലും നേരം പോയി. അതായത് റോസ്റ്റിംഗ് ചെയ്തിട്ടുണ്ട് ഫിലിമേ. ഈ ആദ്യം അപരാധം പിടിച്ച് മലങ്കട്ട് തീട്ട ചാണകമൊക്കെ ഇറക്കിയിട്ട് അത് ഈ നോർത്തിലെ മണ്ടന്മാരൊക്കെ വിശ്വസിച്ചേ. അല്ലാണ്ട് ആരെയും ചോദിക്കില്ലല്ലോ. കേരള സ്റ്റോറി ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മള് കണ്ടിട്ടില്ല ഈ അപരാധം പിടിച്ച പടം ആ സമയത്ത്. കഷ്ടം. എന്തായാലും അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഓക്കെ, ബൈ.